ആഹാ നീ അത്ര കയ്യാ ഇന്നാ പിടിച്ചു. ഇതെന്തിനാ ഈ കാർഡ് കാണിച്ചത്? കോച്ചിന് തരാതെ പന്ത് കെട്ടിക്കൊണ്ട് വന്നേ, അതാണ് ഈ കാർഡ്. കോച്ചാന്നും പറഞ്ഞാ വന്നേക്കണം. ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? എടാ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത്? എടാ നിനക്ക് റൊണാൾഡോ ഡിസൂസ എന്ന് പറഞ്ഞൊരു കോച്ചിനെ അറിയാവോ? പുള്ളി ഏത് രാജ്യത്തെ കോച്ചാ? നിനക്കറിയാൻ പാടില്ലാത്ത രാജ്യത്തെ ഒരു കോച്ചാ പുള്ളി. പുള്ളി ആ രാജ്യത്തെ ചെറുപ്പക്കാരിലെ ഫുട്ബോൾ പഠിപ്പിച്ച് ആ കൂടെ പുള്ളിയും പഠിച്ച് കോച്ചായ ഒരാളാണ്. അത് ശരി. ആ പുള്ളിയുടെ പാതയാണ് ഞാൻ പിന്തുടരുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ലക്ഷങ്ങൾ അവിടുന്ന് മേടിച്ചേക്കണേ, മര്യാദയ്ക്ക് പഠിപ്പിക്കണേ. നീ ചുമ്മാ എന്നെ പഠിപ്പിക്കുന്നത് വാമ്പ് ചെയ്യാൻ നോക്കിയടാ. അവരമ്മ കൂടെ ഒരു തലയിൽ വെച്ചുതരാം. ഇങ്ങനെയോ? ഇതിലാരാ കോച്ചാരാണ്? ഇതാണ് കോച്ച്. ഞാൻ ജെഫ്രി. പുള്ളി റെഫറി എന്ന് പറഞ്ഞു. റെഫറി അല്ല, ഞാൻ കോച്ച്. എന്റെ പേര് ജെഫ്രി. ഓ ജെഫ്രി. എന്റെ പേര് ബിജു. എന്നെ ബിജു ഇറങ്ങിയത് ഈ 101 രൂപ ഒന്ന് പിടിച്ചേ. എന്നെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് മെസ്സിയാക്കി തന്നെ. മെസ്സിയാക്കാനാണ് ഈ 101 രൂപ തന്നത്. ഇത് 101 രൂപയുടെ ആവശ്യമില്ല, 1 രൂപയുടെ കേസേ ഉള്ളൂ. അല്ല ഇരിക്കട്ടെന്ന് പൈസയുടെ ആവശ്യം വരികയല്ലേ? ആണല്ലേ? നാടാ അവൻ തന്നതല്ലേ, കൊണ്ടുപോയി 3 തേയിലത്തോട്ടിന് അഡ്വാൻസ് കൊടുക്കും. കുറഞ്ഞു പോയത് കുറഞ്ഞു പോയോന്നോ? ഇത് ആരാന്നറിയോ? നാഷണൽ ലെവലിൽ കോച്ച് ചെയ്യുന്ന ഒരു കോച്ചാണ്. ആണോ? നിനക്ക് മെസ്സി ആവണോ? ആവണം. എങ്കിൽ കാശ് ഇറക്കണം. കാശ് തന്നെ ഇറക്കും. കാശ് എനിക്ക് പുല്ലാണ്. പിടിച്ചേ, എങ്ങനെയെങ്കിലും ആക്കണം. ആ കാശ് പുല്ല വീണ്ടും 100 രൂപ തന്നിട്ടുണ്ട്. തേയിലത്തോട്ടിന് മാത്രമല്ല ഏലത്തിനും കൂടെ. ശരി. അപ്പൊ ശരി, 201 രൂപയ്ക്ക് നിന്നെ ഞാൻ മെസ്സി ആക്കണം. എന്നെ ആക്കൂലേ? നീ വന്നപ്പോ തന്നെ ആക്കാൻ തുടങ്ങിയടാ, നിനക്ക് മനസ്സിലാകാൻ. അതാണ്. അല്ല ബിജു, നിനക്ക് ഈ മെസ്സി തന്നെ ആകണം ഇത്ര നിർബന്ധം? കോച്ച് അതെന്നാ സംഭവം? അത് 2025 അർജന്റീന കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അർജന്റീനയെ കേരളത്തിൽ വെച്ച് എനിക്ക് മുട്ടുകുത്തിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അർജന്റീനയെ മുട്ടുകുത്തിക്കാനാണ് 201 രൂപ വലിച്ചെറിഞ്ഞത്. നീ തകർത്ത്. കോച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കോച്ച്? കോച്ച് ഈ മെസ്സി ആയിട്ട് എങ്ങനെയാ അടുപ്പം? എങ്ങനെയാ? എന്താണ് ചിരിച്ചോണ്ടായിട്ട് പോവാണോ? യൂട്ടേൺ എടുക്കാൻ പോവാ. എടാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നീ പറഞ്ഞു കൊടുക്കടാ. ഈ മേഴ്സി എന്ന് പറഞ്ഞ പെണ്ണ് ഈ പുള്ളിയും കൂടെ അടുക്കളയിൽ വെച്ച് ഭർത്താവ് എന്നാ ഇടി അടിച്ചെന്നറിയാമോ? നീ എന്നാടാ ഈ പറഞ്ഞു കൊടുക്കണം? അല്ലെ ചെരുപ്പോടെ നിൽക്കുന്ന മേഴ്സിയുടെ കാര്യമില്ലായിരുന്നു. ചെറുപ്പക്കാരിയിൽ നിൽക്കുന്ന മെസ്സിയുടെ കാര്യമാണ് അവൻ ചോദിച്ചത്. എടാ അർജന്റീന കളിക്കാരൻ മെസ്സിയുടെ കാര്യം അവൻ ചോദിച്ചത്. അതാണോ ബിജു? ഈ മെസ്സിയും കോച്ചും തമ്മിൽ അപ്പോ അടയും പോലെയാണ്. അതായത് ഭയങ്കര ബന്ധമാണ്. കോച്ചേ പറഞ്ഞ് ഞാൻ കേറ്റി വെച്ചിട്ടുണ്ട്. അന്യായ കേറ്റായി. അപ്പോ അടയം അല്ലടാ. ഞാൻ കാര്യം ചോദിച്ചേ, കോച്ച് ഈ ഫീൽഡിലേക്ക് എന്ന് പോലെ വന്നത്? എങ്ങനെ വന്നത്? എങ്ങനെയാ? ഞങ്ങള് പാരമ്പര്യമായിട്ട് സ്പോർട്സ്മാൻമാരല്ലേ? പാരമ്പര്യമായിട്ട്? പിന്നെ എന്റെ അപ്പനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഇല്ല. എടാ ഒളിമ്പ്യൻ മത്തായി എന്ന് പറഞ്ഞാൽ അറിയാൻ മേലത്തെ ആൾക്കാരില്ല. പുള്ളി മറ്റേ ഫുട്ബോളർ ആയിരുന്നോ? പുള്ളി ഫുട്ബോളർ അല്ല, പിന്നെ പുള്ളി മാരത്തോൺ ഓട്ടമായിരുന്നു. ദീർഘദൂര ഓട്ടം. ശരി. പുള്ളി 1962 ഒളിമ്പിക്സ് അപ്പനെന്ന് മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. ഒളിമ്പിക്സില്? ഒളിമ്പിക്സ് 7 ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ് ഈ മാരത്തോൺ. അപ്പൻ ചെന്ന് ആദ്യത്തെ ദിവസം മാരത്തോണിനായി ട്രാക്കിലേക്ക് ഇറങ്ങി. ഇവിടെ ഘടാഘടിയന്മാരെ 20 രാജ്യക്കാർ ചുറ്റിനും. ആദ്യത്തെ വെടി മുഴങ്ങി. അപ്പനൊരു കുതിപ്പായിരുന്നു. ഉള്ളത് പറയാലോ, അപ്പൻ ഇതേവരെ അങ്ങനെ ഒരു കുതിപ്പ് കുതിക്കണം ഞാൻ കണ്ടിട്ടില്ല. കുതിപ്പ് മാത്രമല്ല, ആ കുതിപ്പിന്റെ കൂടെ ഒരു കുന്തളിപ്പ് കൂടി പുള്ളിയുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് സംഭവം കളം പാടും. അപ്പൻ ട്രാക്കിന് തീ പിടിപ്പിക്കും. അപ്പൻ ഓടി തുടങ്ങിയാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. പുറകിലാരും കാണിയല്ല, എല്ലാരും മുമ്പേ മുന്നേ ഓടുമ്പോ അപ്പന് വാശി പിന്നെ അപ്പം പറക്കുക. എന്റെ പൊന്ന് ബിജു, അപ്പം പറന്ന് ഫിനിഷിംഗ് പോയി ചെല്ലുന്ന കാണുന്ന കാഴ്ച ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം നടക്കും. 7ാമത്തെ ദിവസമാണ് ഓടി ഫിനിഷ് ചെയ്തത്. 7ാമത്തെ ദിവസമെങ്കിലും എത്തിയത് അമ്മയുടെ നേർച്ചയും വഴിപാടും. അവരൊക്കെ ട്രോഫിയും മേടിച്ച് അവരവരുടെ രാജ്യത്തിന് പോയി പെയിന്റിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. അപ്പൻ ട്രോഫിയും പോയി ഒരാഴ്ചത്തെ പണിയും പോയി ഒരു കുളമ്പറ്റ് പിടിച്ചിട്ട് നിന്ന് അതും നശിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ വേറെ കാര്യം ചോദിച്ചേ, എന്താണ് ഈ ഒളിമ്പിക്സിലെ കോച്ച് നേരത്തെ പോയിട്ടുണ്ടോ? കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? 5 വട്ടം. 5 വട്ടം ഒളിമ്പിക്സ് കാണാൻ പോയിട്ടുണ്ടോ? അതല്ല, ഈ ഒളിമ്പിക്സിന്റെ ലോഗോ ഇല്ലേ, അതിനകത്തൊരു 5 വട്ടം ഇല്ലേ, അത് പുള്ളി കണ്ടിട്ടുണ്ട്. എടുത്ത് വെച്ച് നോക്കും. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചേ, കോച്ച് ഏത് രാജ്യത്താണ് ഇതിനു മുമ്പ് കോച്ചിങ് നടത്തിയിട്ടുള്ളത്? എന്നെ കുറിച്ച് പഠിക്കാതെ വന്നേക്കും. എടാ ഞാൻ ബ്രസീലിലായിരുന്നു. ഈ പെല എങ്ങനെയാ? 16 ദിവസം അമ്പലത്തിൽ കയറാൻ ചെയ്യും. ഇത് ഞാൻ ബ്രസീലിലെ പെലയുടെ കാര്യമാണ് ചോദിച്ചത്. ബ്രസീലിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പെല 16 ദിവസം ഉണ്ട്. 17ാമത്തെ ദിവസം തൊട്ട് നീ കുന്തളിച്ചോടാ. ഞാനൊരു കുപ്പി മേടിച്ചു ഞങ്ങളും വരാം. ഇങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞു ബ്രസീലിന്റെ കളിക്കാരനായിട്ടുള്ള പെലയുടെ കാര്യമാണ്. അങ്ങനെ ചോദിക്കണ്ടേ? നിനക്ക് വേറൊരു കാര്യം അറിയാം? ഈ കളിക്കാരുടെ ജേഴ്സിയിൽ പുറകിൽ നമ്പറില്ലേ, അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനാണ്. ആണോ? അതൊക്കെ സംഭവം. ഞാൻ ബ്രസീലിന്റെ കോച്ചായിട്ടാണല്ലോ ചെല്ലുന്നത്. അതെ.
അവിടെ ചെന്ന് കളിക്കാരെ പരിചയപ്പെട്ടപ്പോഴാണ് എന്നെ കിളി പാറിയത്. എന്നാ പറ്റി? ഉമ്മാരുടെയൊക്കെ പേര് റൊണാൾഡീഞ്ഞോ, കുടിഞ്ഞോ, തിരിഞ്ഞോ, മറിഞ്ഞോ, റോബിഞ്ഞോ എന്നൊക്കെ പേരാ. റൊണാൾഡീഞ്ഞോ വിളിക്കുമ്പോ കുടിഞ്ഞോ കയറി വരും, കുടിഞ്ഞോ വിളിക്കുമ്പോ റോബിഞ്ഞോ കയറി വരും. ആകപ്പാടെ കൺഫ്യൂഷൻ. അപ്പൊ മനസ്സിലായി ഇമാരുടെ പേര് നമ്മളെ ചതിക്കും. എല്ലാത്തിനും നമ്പറും കേട്ടു. അപ്പൊ വിഷയമില്ല. ആറ് വിളിക്കുമ്പോ റോബിഞ്ഞോ കയറി വരും, 7 വിളിക്കുമ്പോ കുടിഞ്ഞോ കയറി വരും, 8 വിളിക്കുമ്പോ കാക്ക വരും. കാക്ക പിന്നെ കൈകൊട്ടി വിളിക്കുമ്പോഴല്ലേ? അത് വെലിക്കാക്ക. എടാ ഇത് ബ്രസീലിന്റെ കളിക്കാരൻ കാക്ക. ഇവൻ മെസ്സി ആവുന്ന എനിക്ക് തോന്നുന്നു. അയ്യോ അങ്ങനെ പറയരുത്. എന്നെ മെസ്സി ആക്കണം. എനിക്ക് അർജന്റീനയെ മുട്ട് കുത്തിക്കണം. ഒന്ന് പറ. നിന്നെ മെസ്സി ആക്കും. ആണോ? ഇനി വന്നേ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ക്രിസ്ത്യാനിയെ കുറിച്ച് എന്നാ അഭിപ്രായം? എന്റെ പൊന്നു ബിജു മതത്തെ കുറിച്ച് ചോദിച്ചെന്നെ ഞാനതല്ല, CR7 കുറിച്ചാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? സെവനപ്പ് പോലെ CR7 എന്ന് പറഞ്ഞ് കോള ഇറങ്ങിയോ? അതല്ലെന്ന്. CR7 ക്രിസ്ത്യാനിയോ റൊണാൾഡോ. എന്റെ പൊന്നു ബിജു, ക്രിസ്ത്യാനിയോ റൊണാൾഡോയോ ഒന്ന് കാണണം. ആണോ? ഭയങ്കര മസിലായിരിക്കൂലേ? കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടൊന്നും പറഞ്ഞു, ഒന്ന് കാണണം. ഞാൻ അതിനു വേണ്ടി ആശിച്ച് കാത്തിരിക്കുവാണ്. നിങ്ങൾ ബ്രസീലിലെ കോച്ചാന്ന് പറഞ്ഞിട്ട് പുള്ളിനെ കണ്ടിട്ടില്ലേ? റൊണാൾഡോ ബ്രസീലിലാണോ? പുള്ളി അങ്ങ് പോർച്ചുഗലിലല്ലേ? ഇപ്പോഴാണ് പോർച്ചുഗലും ഇല്ല, പുള്ളി ഇപ്പൊ ഗൾഫിലാ. ഗൾഫിൽ തന്നെ പണിക്ക് പോയതാണോ? ആ ബുർജ് ഖലീഫ തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കുക. പുള്ളി അവിടെ ഗൾഫിൽ ഒരു ക്ലബിന് വേണ്ടി കളിക്കുവാണ്. ആണല്ലേ? ഗൾഫിൽ കളിക്കുന്ന കാരണം പുള്ളിക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അതിനാ ഗൾഫുകാർ നാട്ടിൽ ചെന്നാൽ നാട്ടുകാർ ചോദിക്കുമല്ലോ എപ്പോഴാണ് മടങ്ങി പോകുന്നത്. ആ ചോദ്യം കേൾക്കാൻ പറ്റാത്ത പുള്ളി ഫുട്ബോൾ കളിക്കും. കോച്ചേ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊന്നും കാര്യമില്ല കേട്ടോ. എന്നെ ഇത് എന്തെങ്കിലും പഠിപ്പിക്കുക. പഠിപ്പിക്കാൻ നീ അനുവദിക്കുന്നു. ഈ ഇന്റർവ്യൂ ചെയ്യില്ല വന്നപ്പോ. എന്നെ പഠിപ്പിക്കുക. എനിക്ക് ശരി, നമുക്ക് തീരെ തൊട്ട് തുടങ്ങാം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഫുട്ബോൾ. ആണോ? ഇതാണോ ഫുട്ബോൾ? ഇത് ഞങ്ങൾ തേങ്ങയാന്ന് പറഞ്ഞ് പൊതിക്കാൻ കൊണ്ട് നടക്കുവായിരുന്നല്ലേടാ. ഇത് ഫുട്ബോളാന്ന് പിന്നെ ഏത് പട്ടിക്കും അറിയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. എന്നെ ഒന്ന് പഠിപ്പിക്കൂ കോച്ചേ. പുറത്തേക്ക് കയറി പോകാനാണോ പറഞ്ഞോ? പന്തുമായിട്ട് കയറി പോകാൻ. അതാണോ കോച്ചേ? കോച്ചേ, എനിക്കൊരു സംശയം. നമുക്ക് പാസ് കിട്ടിയ എന്ത് ചെയ്യണം കോച്ചേ? ഓടിപ്പോയി സീറ്റ് പിടിച്ചോണം. ഇല്ലേ പാസുമായിട്ട് സീറ്റ് കിട്ടാതെ ലിബ്യനായിട്ട് നിൽക്കേണ്ടി വരും. ഞാൻ അതല്ല ചോദിച്ചത്. ഒരു പന്ത് നമ്മുടെ കാലയിലേക്ക് തട്ടിയിട്ടൊരു കളിക്കാരൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വെച്ചിട്ടിരിക്കില്ല, നല്ല കളിക്കാർക്ക് ഇട്ടുകൊടുക്കും. ഇല്ല മറ്റവന്മാര് നമ്മുടെ കാലത്ത് കൊണ്ട് ഗോളടിക്കും. അനുഭവം കൊണ്ട് പറഞ്ഞാൽ കേട്ട് പഠിക്കുന്നീ. കോച്ചേ, എനിക്ക് 1-2 സംഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണം. അതായത് പന്ത് ഇങ്ങനെ കാലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടി ഈ കാലയുടെ ഉരുണ്ട് കയറ്റി വയറേക്കൂടെ ഉരുണ്ട് കയറി വരുവാണോ? അല്ലെന്ന് പന്ത് ഉരുണ്ട് കയറി ഇങ്ങനെ തലയിൽ വന്നാണ്ട് ഇവിടെ ഇട്ട് കറക്കണം. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നില്ല വിഷമല്ലേ ഇവന് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുതികാലോട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇട്ടുണ്ടാകും അടിച്ച് മുകളിലോട്ട് അടിച്ചു കൊടുക്കണം. തീർന്നില്ല. ഇല്ല, അതിന്റെ മേലെ അടിച്ചോട്ട് 3 റൗണ്ട് നമ്മളിങ്ങനെ കറങ്ങണം. അങ്ങനെ അടിച്ച് ഇങ്ങനെ ഗോളാക്കണം. അങ്ങനെ പറ്റുമോ? അത് ശരി, എന്നാ പിടി. ഇതെന്നെ ആന്റിഫോറോ? ആ ക്രിമികടിക്ക് ഇതാ മരുന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതൊന്ന് പറയാവോ? എനിക്ക് സിസർ കട്ട് അറിയാം. ഞാൻ തല്ലി ഓടിക്കും. എന്റെ സിസർ കട്ടെടുത്താൽ ഞാൻ സമ്മതിക്കില്ല. ഇവൻ അതിന്റെ ആളാ. രണ്ടും കൂടി എന്റെ സിസർ മുഴുവൻ കട്ടെടുത്ത് വലിക്കാനുള്ള പ്ലാനിറ്റ് ഉണ്ടോ? എന്റെ പൊന്നെ, അതിവിടെ ഞാൻ സിസർ കട്ടെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ആ കേസ് വിട്ടേരെ. പിന്നെ കോച്ചോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാടാ കോച്ച് വെട്ടിച്ചടിക്കൂ? വെട്ടിച്ചടിക്കുന്നോ? വെട്ടിച്ചടിക്കുന്നതിന്റെ ആളാണ് ഈ പുള്ളി. ഞാനും ഈ പുള്ളി കൂടെ ബാറിന്റെ വെട്ടി കൂടെ പോകുമ്പോ എന്നെ വെട്ടിച്ച് അകത്ത് കയറി 2 അടിച്ചിട്ട്. ബാറെന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിച്ച ബാർ അല്ല അവൻ ഉദ്ദേശിച്ചത്. പിന്നെ എടാ ക്രോസ് ബാർ. ഈ ക്രോസ് ബാറിന്റെ താഴെയാണല്ലോ ഗോളി നിൽക്കുന്നത്. ആ ഗോളിനെ വെട്ടിച്ച് ഈ ബാറിന്റെ സൈഡിൽ കൂടി 2 അടിക്കും. വെള്ളം ഒഴിക്കാതെ അടിച്ചു കഴിഞ്ഞു. അങ്ങനെ അടിക്കും. അങ്ങനെ ഗോളടിക്കൂലേ? ഏതൊക്കെ ടൈപ്പിലല്ലേ ഗോളടി? പിന്നെ അല്ലാതെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ നമ്മൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കണം മെയിൻ വേണ്ടത് സ്റ്റാമിനയാണ്. സ്റ്റാമിന ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് തുടങ്ങി. കോച്ച് എത്ര മണിക്ക് എഴുന്നേക്കും? ഞാൻ 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റിട്ട് റബ്ബർ വെട്ടാൻ പോകും. പാല് കറക്കാൻ പോകും. പത്ര ഇടാനോ? പിന്നെ രാവിലെ ഈ സൈക്കിളിൽ എഴുന്നേറ്റ് ചവിട്ടി എങ്ങോട്ടായി പോകണം? എന്റെ ദൈവമേ, ഞാനത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു 500 റബ്ബർ വെട്ടും, കുറച്ച് പശുവിനെ കറക്കും, കുറച്ച് പത്രവും ഇടും. അത് ബോഡി ഒന്ന് വാമപ്പാകാൻ. അല്ല, ജീവിക്കാൻ വേണ്ടിയല്ല. പിന്നെ ഉണ്ടല്ലോ ഈ ഇന്ത്യൻ ടീം എന്താ ഫുട്ബോളിൽ ശോഭിക്കാത്ത? അത് ഞാൻ ചോദിക്കണം. എന്താ കാരണം? എന്താ സ്റ്റാമിന കുറവാണ്. മറ്റു രാജ്യത്തൊക്കെ ഭയങ്കര സ്റ്റാമിനല്ലേ? യൂറോപ്യൻസ് ആണെ ഭയങ്കര സ്റ്റാമിന. ഈ യൂറോപ്യൻ ഇന്ത്യനും തമ്മിലുള്ള വ്യത്യാസം എന്നാ? യൂറോപ്യനാകുമ്പോ പകുതി ഇരുന്നാൽ മതി, ഇന്ത്യനാകുമ്പോ ഫുള്ളി കഴിഞ്ഞാൽ എണ്ണേക്കാൻ എന്നാ പാടാന്നറിയാം. ഇതെന്നെ ഈ കാണിക്കണേ? ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥ ഇതാന്ന് കാണിച്ചത്. അല്ലാതെ ലിഗമെന്റ് പോയിട്ടല്ല.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കോച്ച്. കോച്ച് ഈ പുറത്തൊക്കെ ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? പിന്നെ ഏതൊക്കെ ക്ലബിന് വേണ്ടി കളിക്കാൻ പറ്റും? ഞാൻ ബാഴ്സലോണയുടെ ആളെ, ഞാൻ ബാഴ്സലോണയിൽ മാത്രമേ കളിക്കുള്ളൂ. അതിനെ ബാഴ്സലോണയിൽ മാത്രം കളിക്കണം. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മഡ്രിഡിനും വേണ്ടി ആ കളിക്കില്ല. രണ്ട് ക്ലബിന്റെ പേര് എനിക്ക് മിണ്ടിപ്പോയത്, എനിക്ക് കേൾക്കണ ഇഷ്ടമല്ല. അതിനാ പറഞ്ഞാൽ തെറ്റും. പറഞ്ഞാൽ ന്യായത്തിന് വേണ്ടിയിട്ട് കോച്ച് കളിക്കുകയല്ല. കോച്ച് ഈ പല കളിക്കാരും ഓരോ പൊസിഷനാണ് കളിക്കാൻ. ആ, അതെ, അതെ. കോച്ച് ഇറങ്ങുന്ന പൊസിഷൻ ഏതാണ്? അതായത് നമ്മുടെ ടീം 100% തോറ്റു എന്ന് ഉറപ്പാകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കോച്ച് എന്നെ ഇറക്കി അങ്ങ് വിടും. അതിനെ ആ സമയത്ത് ഇറക്കി വിടണേ. എന്നായാലും കളി നോക്കും. ഇവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും കളി നോക്കുന്നോ? ഞാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ടീം നിന്ന് പിറക്കും. എതിർ ടീം അല്ല, സ്വന്തം ടീം. ഇപ്പൊ എങ്ങോട്ട് അടിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടിയല്ല. പിന്നെ കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് അടിക്കണ്ടേ? ഞാൻ തലങ്ങും വിലങ്ങും ഷോട്ട് വായിക്കും. കോച്ച പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ ഇപ്പൊ ഫോർവേഡ് കളിക്കാരാണല്ലോ ആക്കാൻ പോണത്. നീ അല്ലെങ്കിലും ഇച്ചിരി ഫോർവേഡാ. ആണോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പന്ത് ഇങ്ങനെ കളിക്കും, ഗോൾ അടിക്കാൻ വേണ്ടി കയറ്റിക്കൊണ്ട് പോകാതിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോ ഡിഫൻഡർമാർ എന്നെ വന്ന് പൊതിയാണ്. അത് മതി. അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, പന്ത് കൊടുത്തിട്ട് സ്കൂട്ടായിക്കോണം അവിടെ. അല്ല, പുല്ലൂരി അടിച്ചവന്മാരും മുഴപ്പിക്കും. തെളിപോലെ ഇരിക്കും ഇവിടെ. എന്താ വേദന അറിയാമോ? അങ്ങനെ പറയരുത്. നമുക്ക് ഗോളല്ലേ വലുത്. എനിക്ക് പുല്ലൂരിയാ വലുത്. എനിക്ക് ഗോളാ വലുത്. എനിക്ക് പുല്ലൂരിയാ വലുത്. എനിക്ക് ഗോളാ വലുത്. നിനക്ക് എന്താ? എനിക്ക് പാനിപ്പൂരി. അല്ല, പട്ടൂരി. പട്ടൂരി. നിങ്ങളുടെ ഏതാ ഐറ്റമുള്ളൂ എന്ന് പറയാം. പിന്നെ ഞാൻ പോകുമ്പോ തട്ടുകട നടത്തുമല്ലേ, ഐറ്റം ചോദിക്കുമ്പോ എടുത്തരാം. നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കാണ്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ടോ? എനിക്ക് അർജന്റീനയെ കേരളത്തിൽ വെച്ച് മുട്ട് കുത്തിക്കണം. ഞാൻ നോക്കിയിട്ട് അർജന്റീനയെ മുത്തുകുത്തിക്കാൻ നിന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ. എന്നാ കൊച്ചേ? അർജന്റീനിയൻ ടീം വരുമ്പോ നീ വിളിച്ച് ദുഃഖവെള്ളിയാഴ്ച നോക്കി നിന്റെ ഇടവക പള്ളി കൊണ്ടാക്കുക. എടാ, ദുഃഖവെള്ളിയാഴ്ച പള്ളി കയറിയാൽ അർജന്റീന എന്നല്ല ഏത് ടീമും മുട്ടുകുത്തിയേ പറ്റൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.